ഹലോ ഗൈസ്, അപ്പോൾ ഈ വിശാലമായിട്ടുള്ള പസഫിക് ഓഷ്യൻ കടന്ന് നമ്മൾ ഇന്ന് പോകുന്നത് USA മെക്സിക്കൻ ബോർഡറിന് അടുത്തുള്ള വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സിറ്റിയിലേക്കാണ് സാന്റിയാഗോ. ഫസ്റ്റ് ഓഫ് ഓൾ, ആ ടോപ്പ് ആംഗിളിൽ നിന്നുള്ള പസഫിക് കോസ്റ്റിന്റെയും ഈ സിറ്റിയുടെയും ഒക്കെ വ്യൂ കാണാൻ തന്നെ എന്ത് രസമായിരുന്നു. പിന്നെ സാന്റിയാഗോ എനിക്ക് ഏറ്റവും ചിൽ വൈബ് കിട്ടിയ ഒരു US സിറ്റിയാണിത്. ദ സിറ്റി ഓണസ്റ്റ്ലി സീംഡ് വെരി റിലാക്സ്ഡ്, സണ്ണി വെതറും കോസ്റ്റൽ വൈബും ഒക്കെ ആയിട്ട്. പിന്നെ ഐ തിങ്ക് മെക്സിക്കൻ ബോർഡർ അടുത്തുള്ളതുകൊണ്ട് തന്നെ there's a mix of cultures here. ഇവിടെ പിന്നെ കാണാനായിട്ട് there's a botanical garden, ഒരു USS മിഡ്വേ മ്യൂസിയം ഉണ്ട്, വിച്ച് ഇസ് എ ഹ്യൂജ് വാർഷിപ്പ് ടേൺഡ് മ്യൂസിയം. അകത്ത് എക്സ്പ്ലോർ ചെയ്യാൻ, പുറത്തുനിന്ന് ഫോട്ടോസ് എടുക്കാം. ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ട് പക്ഷെ എനിക്ക് തോന്നിയത് ബ്രോഡ്വേ പിയർ ആണ്. അവിടെ ഈ കടൽക്കാറ്റും കൊണ്ട് ഒരു ബെഞ്ചിൽ ചില്ല് ചെയ്തിരുന്ന് സണ്ണ് സെറ്റ് ചെയ്യുന്ന കാണുന്നത് അടിപൊളിയായിരുന്നു. ഇവിടുത്തെ ഈ വാട്ടർ ഫ്രണ്ടിലൂടെയുള്ള നടത്തവും സൺസെറ്റ് കാണുന്നതും ഒക്കെയാണ് ഐ തിങ്ക് സാന്റിയാഗോയുടെ ബെസ്റ്റ് പാർട്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഓസം ഇന്ത്യൻ ഫുഡും ഇങ്ങനെ സിറ്റിക്ക് അടുത്തൂടെ പ്ലെയിൻ ലാൻഡ് ചെയ്യുന്ന കാണുന്നത്. പിന്നെ സാന്റിയാഗോയ്ക്ക് അടുത്ത് ദെയർ ടോറി പൈൻസ് നാച്ചുറൽ റിസർവ്. അതൊരു കോസ്റ്റൽ വിൽഡർനെസ് ഏരിയ ആണ്. നമുക്കിവിടെ ഹൈക്കിംഗ് പോകാം ആൻഡ് യു വിൽ ഗെറ്റ് ഗ്രേറ്റ് വ്യൂസ് ഓഫ് ദ പസഫിക്. ഇങ്ങനെ ഒരുപാട് ഹൈക്കിംഗ് ട്രെയിൽസ് ഉണ്ട് ഇവിടെ. നമുക്ക് ബേർഡ് വാച്ചിങ് നടത്താം, കുറെ കാക്ടസ് കാണാം ആൻഡ് ഫോഗിലൂടെ പസഫിക് ഓഷ്യന്റെ ഈ വ്യൂ ഭീകരമാണ്. നിങ്ങൾ മോർണിംഗ് ടൈമിലാണ് ഇവിടെ വരുന്നതെങ്കിൽ ഇങ്ങനെ പസഫിക് ഓഷ്യന്റെ വാസ്റ്റ്നെസ് ഫോഗ് പൊതിഞ്ഞ് കിടക്കുന്ന കാണാം. ബൈ ദ വേ, നമ്മുടെ ആം ലെങ്ത്തും ബേർഡ്സിന്റെ വിങ് സ്പാനും തമ്മിൽ കമ്പയർ ചെയ്യാനുള്ള ഒരു എക്സിബിറ്റ് ഉണ്ടായിരുന്നു ഇവിടെ. ആൻഡ് there was no surprise there. എന്റെ ആം ലെങ്ത് / വിങ് സ്പാൻ വാസ് ദ ബിഗ്ഗസ്റ്റ്, that of a pelican, I think. ഹൈക്ക് കഴിഞ്ഞ് നമുക്ക് നേരെ ലാഹോയ കോവിലേക്ക് പോകാം. അവിടെ വിൽ സി വൈഡ് വെറൈറ്റീസ് ഓഫ് ബേർഡ്സ്, ലോട്ട്സ് ഓഫ് ദം, ഹൺഡ്രഡ്സ് ഓർ ഈവൻ തൗസൻഡ്സ് ഓഫ് ദം. സീ ബേർഡ്സ്, ഗൾസ്, പെലിക്കൻസ്, ചിലതൊക്കെ നമുക്ക് വേണ്ടി ഇങ്ങനെ പോസ് ചെയ്ത് വരെ തരും. പിന്നെ നിങ്ങൾക്ക് കയാക്കിംഗ്, സ്നോർക്കലിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതൊന്നും അല്ല ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ, അത് നിങ്ങൾ ഇപ്പൊ കാണുന്നതാണ്. സീൽസും സീ ലയൺസും ആണ് ഇവിടുത്തെ മേജർ ഹൈലൈറ്റ്. അവരിങ്ങനെ ഈ റോക്സിൽ സൺബാത്ത് ചെയ്യുന്നതും വെള്ളത്തിൽ കളിക്കുന്നതും ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. ഇവരെ ഇത്രയും നമ്പേഴ്സിൽ കാണുന്നത് എനിക്ക് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് തന്നെയാണ്. ഈ സീൽസും സീ ലയൺസും തമ്മിലുള്ള വ്യത്യാസം അറിയോ? എനിക്കറിയില്ലായിരുന്നു. ബേസിക്കലി ഇയർ ഫ്ലാപ്സ് ക്ലിയർ ആയിട്ട് കാണുന്നതും ലാൻഡിൽ നടക്കുന്നതും വലിയ ഫ്ലിപ്പേഴ്സ് ഉള്ളവരും സീ ലയൺസ് ആണ്. ഈ സീ ലയൺസ് മാത്രമല്ല നല്ല ശബ്ദം ഉണ്ടാക്കും, പക്ഷെ ക്വയറ്റ് ആയിട്ട് ലാൻഡിൽ ഇങ്ങനെ ബെല്ലി ഡ്രാഗ് ചെയ്ത് പോകുന്നവരാണെങ്കിൽ സീൽസുമാണ്. എന്തായാലും ഈ സാന്റിയാഗോ ട്രിപ്പ് സീൽസും സീ ലയൺസും തന്നെ തൂക്കി ദേ വർ ദ മേജർ ഹൈലൈറ്റ്. അടുത്തൊരു വ്ളോഗിൽ നമുക്കിനി വീണ്ടും കാണാം.